ഒരു ഭാവം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തതുണ്ട്. അത് ഏതാന്ന് വെച്ചാൽ മായമോഹിനി മൂവിയിലില്ലേ ആ പാട്ടിന്റെ സീനില് ചേട്ടൻ ഇവിടെ ഉരുക്കുന്നത് എനിക്ക് അതെ, ഭാവങ്ങൾക്ക് സിനിമയിൽ മാത്രമാണ്. അതെ, ജീവിതത്തിൽ ഞാൻ ഭാവങ്ങൾ കാണിക്കാറില്ല, അഭിനയിക്കാറില്ല. റിയൽ മാൻ ആണ്. കാണുന്നില്ല എന്നാലും ആ ഭാവം ഇങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റി. ഈ ഒരു ടൈറ്റിൽ തന്നെ ഉണ്ട് ഈ സിനിമ എന്താണ് എന്നുള്ളത്. എടാ, നീ അങ്ങനെ ചെയ്യരുത്, നിന്റെ ഒരു ഇമേജ് ഇതാണ്, അപ്പൊ നീ ഇങ്ങനെ അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫിൽ കേട്ടിട്ടുണ്ട്? പിന്നെ വായി നോക്കുമ്പോഴാണ് തോന്നുന്നു. നീ ശ്രദ്ധിക്കണം. ഉമ്മൻചാണ്ടി സർ അങ്ങനത്തെ ഒരു വലിയ പൊളിറ്റീഷ്യന്റെ പറ്റി ഒരു സിനിമ പറയുകയാണെങ്കിൽ പോലും ലെറ്റ് പീപ്പിൾ കം ആൻഡ് വാച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ക്ലിയർ കട്ട് ആൻസർ കിട്ടും. പല അവസ്ഥകളാണെങ്കിലും ഉണ്ടാവുന്ന വികാരം ചിലപ്പം ഒന്നായിരിക്കും. Too much lucky ആയത് when I got to share frames with Balachandra Menon sir. Can I call you legendary? നിയോജേട്ടനെ ഞാൻ വിചാരിക്കാതെ വന്നതല്ലേ, അപ്പൊ ഞാൻ അങ്ങനെ ഓവർ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമം. സിനിമയിൽ എത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. I wish I could see Srinivasan sir. അതിനി പോസിബിൾ ആണോ? Like I seriously wish I could see him. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ പ്ലേസ്. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രതിച്ഛായ എന്ന മൂവിയിലെ ട്രയോ മെമ്പേഴ്സ് ആണ്. മേഘ തോമസ് ഉണ്ട്, നിഷാന്ത് സാഗർ ഉണ്ട്, നീതു കൃഷ്ണ ഉണ്ട്. വെൽക്കം. Thank you. നമ്മൾ പ്രതിച്ഛായ എന്ന മൂവിയുടെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ റിഫ്ലക്ഷൻ എന്നൊരർത്ഥം വരുന്ന വാക്കാണ്. സോ വാട്ട് കൈൻഡ് ഓഫ് റിഫ്ലക്ഷൻ ദ ഫിലിം ഇസ് ട്രൈങ് ടു ഷോ ടു ദ സൊസൈറ്റി? റിഫ്ലക്ഷൻ എന്നതിലുപരി ഇമേജ് എന്നുള്ളൊരു ഒരാളുടെ പ്രതിച്ഛായ. ഇമേജ് ഇസ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ. അതെ. ഓക്കെ, സോ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ആ ഒരു മൂവി കാണാൻ പോകുന്നത്? കാരണം നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇസ് ഇറ്റ് സം കൈൻഡ് ഓഫ് പൊളിറ്റിക്സിനേക്കാളും കൂടുതൽ ഞാനിതിനെ മനസ്സിലാക്കുന്നത് ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി ആയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് സെലിബ്രിറ്റീസിനെ പറ്റിയൊരു ഇമേജ് ഉണ്ട്, നമ്മളെ പബ്ലിക് ആളുകളുടെ സ്ക്രീനിൽ വരുന്ന ആളുകളെ പറ്റി നമ്മളൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ അവരിൽ ഒരാളെ നമ്മൾ ബാധിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിനെ മാത്രമല്ലേ കാണുന്നത് ഒരു ഇഷ്യൂവിൽ. പക്ഷെ ആ വ്യക്തിക്ക് പുറകിലൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഓരോ മെമ്പറും സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവരതിനെ ബാധിക്കപ്പെടുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ടാണ് ഈ സിനിമ കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, പറഞ്ഞ പോലെ ഞാനിതിനെ ഈ ഒരു ടൈറ്റിൽ തന്നെ ഉണ്ട് ഈ സിനിമ എന്താണ് എന്നുള്ളത്. എല്ലാവരും തന്നെ ഒരു ഇമേജ് കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ, എടാ നീ അങ്ങനെ ചെയ്യരുത്, നിന്റെ ഒരു ഇമേജ് ഇതാണ്, അപ്പം നീ ഇങ്ങനെ. നമ്മളെല്ലാവരും ഒരു ആർക്കോ വേണ്ടി ലൈഫിൽ കേട്ടിട്ടുണ്ടോ? എന്തോ അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫിൽ കേട്ടിട്ടുണ്ടോ? പിന്നെ നമ്മളായി നിൽക്കാൻ. എന്ത് കാര്യത്തിനായിരുന്നു അത്? അല്ല, അത് പല കാര്യങ്ങളില് അത് അതിപ്പോ ഏതാ വായി നോക്കുമ്പോഴാന്ന് തോന്നുന്നു. നീ ശ്രദ്ധിക്കണം. ഞങ്ങളെ പോലെ അല്ല നീ. അതുകൊണ്ട് അതെ, അങ്ങനെ ഒരു എന്തോ ഒരു ഇമേജിന്റെ മെയിൻ്റെനൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ. അപ്പം എനിക്ക് തോന്നുന്നു സിനിമ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. ഈ ഒരു വിഷമം എല്ലാരും മനസ്സിലാക്കട്ടെ. DM-ൽ മൊത്തം ഗേൾസിന്റെ മെസ്സേജ് വായി നോക്കാൻ പറ്റുന്നില്ല, അവര് തിരിച്ചു നോക്കട്ടെ. മേഘ ചേച്ചിയിലേക്ക് വരുമ്പോ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഡിഫറൻസ് ആവുന്നത് ബാക്കിയുള്ള മൂവീസ് വെച്ച് നോക്കുമ്പോൾ? ഇത് ഐ തിങ്ക് കൂടുതൽ ക്രെഡിറ്റ് ഇതിന് പോകേണ്ടത് ഇതിൻ്റെ സ്ക്രിപ്റ്റിനാണ്, ഇതിൻ്റെ സ്റ്റോറിക്കാണ്, മോർ ദാൻ എൻ്റെ ക്യാരക്ടർ ഹൗ ഇറ്റ് ഈസ് ഡൂയിങ്. എനിക്ക് വേണ്ടി ഫോർ ഷുവർ ഞാൻ ഇതിനു മുമ്പ് ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ ദിസ് ഇസ് ലൈക്ക് ഈവൻ മോർ സീരിയസ്, ഈവൻ മോർ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറുടെ പേര് താര വിജയ് എന്നാണ്. ഒരു പോലീസ് ക്യാരക്ടറാണ്. ദിസ് സിനിമ ഫാമിലി ഡ്രാമ ആണ് ആക്ച്വലി. ഇത് ആ ഫാമിലി ഡ്രാമയിൽ ദിസ് പൊളിറ്റിക്സ് ഹാപ്പനിങ്, ദർ ആർ പൊളിറ്റിക്കൽ പീപ്പിൾ, അവരുടെ ഒരു ഫാമിലി ഡ്രാമ ആൻഡ് ദെൻ പൊളിറ്റിക്സ് രണ്ടാമത്തിൻ്റെ ഒരു അമാൽഗമാണ് ഈ സിനിമ. അപ്പോൾ ഐ എം മോസ്റ്റ്ലി ഇൻ ദ ഓഫീസ് സെക്ടർ, ലൈക്ക് വേർ പൊളിറ്റിക്സ് ആൻഡ് ഡ്രാമ ഹാപ്പൻസ്. ഞാൻ ആ ഏരിയയിലാണ് കൂടുതലുള്ളത്. അപ്പോൾ ലെറ്റ് സി 26 മാർച്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കാണാം. എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഫാമിലി ഡ്രാമ വിത്ത് ലോട്ട്സ് ഓഫ് പൊളിറ്റിക്സ് ജീവിതത്തിൻ്റെ അകത്തും, ആൻഡ് ദെൻ ഇത് ഫുൾ പൊളിറ്റീഷ്യൻസും അങ്ങനത്തെ ലൈക്ക് പൊളിറ്റിക്കൽ ഒരു സംഭവം ആയതുകൊണ്ട് അവരുടെയും ലൈഫിലുള്ള ഡ്രാമ
അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ദിസ് തിങ്. ഇറ്റ് വിൽ ബി ഫോർ ഷുവർ ലൈക്ക് ഇപ്പം ഒരു മെസ്മറൈസിങ് സംഭവമായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് ഇതിൻ്റെ വിഷ്വൽസ് ആയാലും ഇതിൻ്റെ വർക്ക് ആയാലും ദ സ്റ്റോറി എവറിത്തിങ് ഇസ് ലൈക്ക് ഗോട്ട് സോ മച്ച് ഓഫ് ഡെപ്ത്. വിഷ്വലി ആണെങ്കിലും കാണാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇറ്റ് വിൽ ബി എ ഗുഡ് വാച്ച്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മൂവിയുടെ ട്രെയിലറെല്ലാം ഇറങ്ങിയപ്പം എല്ലാവരും കുറേ പറഞ്ഞൊരു കാര്യമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു റെഫറൻസ് ആണ് ഈ ഒരു മൂവി എന്നുള്ളത്. അപ്പോൾ കഥ കേൾക്കുമ്പോഴോ അഭിനയിക്കുമ്പോഴോ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ബിക്കോസ് ഹി ഈസ് എ വെരി ഗുഡ് പൊളിറ്റീഷ്യൻ. അപ്പം അങ്ങനെ റെഫറൻസ് ഉണ്ടെങ്കിൽ ആക്ച്വലി അത് നല്ലതാണ്. നമ്മൾ അത്രയും ആണ്. സിനിമ റിലീസ് ആവുന്ന സമയത്തായിരിക്കും ഇതിന്റെ പ്രോപ്പർലി എന്താ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഞാൻ ആൾക്കാരെ പറയുന്ന തിയറീസ് കേട്ടു, ലെറ്റ് ഇറ്റ് ബി ദെയർ. അത് വന്നിട്ട് സിനിമ തിയേറ്ററിൽ വന്നിട്ട് കം ആൻഡ് ഫിഗർ ഔട്ട്. നമ്മുടെ കൂടെ തന്നെ അത് ഫിഗർ ഔട്ട് നമ്മളത് ഫിഗർ ഔട്ട് ചെയ്യാൻ ഇരിക്കുമെന്നാണ്. ഇല്ല, വി നോ ദ സ്റ്റോറി നോ. നമ്മുടെ കൂടെ വന്നിട്ട് ലെറ്റ്സ് ടുഗദർ സീ ദ സിനിമ. നമുക്ക് ഒരുമിച്ച് ഇത് കാണാം, ഹൗ ദിസ് പൊളിറ്റിക്സ് വർക്ക്. അങ്ങനെ ഞാനും കേട്ടായിരുന്നു ലൈക്ക് ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത്. ബട്ട് ലെറ്റ്സ് സീ. എന്നാൽ അങ്ങനെ കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ്? ആന ബ്ലണ്ടേഴ്സ് ആണെന്നാണോ അല്ലെങ്കിൽ നോ ലെറ്റ് പീപ്പിൾ തിങ്ക് ഓഫ്. അതുകൊണ്ടല്ല ടീസർ ഇറക്കിയത്, അതുകൊണ്ടല്ല നോയ്സ് ഉണ്ടായത്. ലെറ്റ് ഇറ്റ് ബി. ആ ഒരു നോയ്സ് ഈ ഒരു മൂവിയുടെ വിജയത്തിന് ഭാഗമാകുമെന്ന് തോന്നുന്നുണ്ടോ? ആൾക്കാർ കാണാൻ വന്നാൽ മതി. വിജയം നമുക്ക് പീപ്പിൾ കം ഇൻ, വിജയം വിൽ കം. അതുകൊണ്ട് കാണാൻ വരുമെന്ന്. അതെ അതെ അതെ, ഉറപ്പായിട്ടും വരട്ടെ. ക്യൂരിയോസിറ്റി തന്നെയാണ് അത് അവിടെയും. അല്ല ലൈക്ക് ഉമ്മൻചാണ്ടി സർ അങ്ങനത്തെ ഒരു വലിയ പൊളിറ്റീഷ്യന്റെ പറ്റി ഒരു സിനിമ പറയുകയാണെങ്കിൽ പോലും ലെറ്റ് പീപ്പിൾ കം ആൻഡ് വാച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ക്ലിയർ കട്ട് ആൻസർ കിട്ടും. ബട്ട് ഇറ്റ്സ് നൈസ്, ദ നോയ്സ് ഇസ് ആക്ച്വലി നൈസ്. ഇപ്പോൾ യു ആർ എൻജോയിങ് ആസ് ഇൻ ലൈക്ക് ഞാൻ ചെയ്തൊരു സിനിമയുടെ പറ്റി ഇപ്പോൾ ഇപ്പോഴേ തന്നെ ഒരു ടീസർ വന്നപ്പോൾ തന്നെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ. ദാറ്റ് ഇൻ ഇറ്റ്സെൽഫ് ഇസ് എ ക്യാച്ച്. ഐ തിങ്ക് അതൊരു വിൻ-വിൻ സിറ്റുവേഷൻ ആണ്. അതൊരു നല്ലൊരു നോയ്സ് ആണ്. അതെ 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 അതെ. അപ്പൊ അത് ഒരു വിജയത്തിന് ഭാഗമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വെൻ യു കമ്മിങ് ടു യുവർ റോൾ, ഹൗ ഇസ് ഇറ്റ്? ആ ഒരു മൂവിയിൽ എന്ത് റോളാണ് ചെയ്യുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് നീതി ചേച്ചീനെ അതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ നിവിൻ ചേട്ടൻ്റെ വൈഫിൻ്റെ റോളാണ് ചെയ്യണത്. ഞാനൊരു പ്രൊഫസറാണ്. വളരെ ബോൾഡായിട്ടുള്ള ഒപ്പീനിയൻസ് ഉള്ള, സോഫ്റ്റ് ആണ്. ഷീ സോഫ്റ്റ് യെറ്റ് ബോൾഡ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കാറ്റഗറൈസേഷനിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലേഡിയാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈഫിലും അങ്ങനെ ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കുന്ന സ്വന്തമായിട്ടൊരു നിലപാടുള്ള ഒരാളാണോ? എനിക്ക് വേണ്ട ഡിസിഷൻസ് എടുക്കാറുണ്ട്. എനിക്ക് അറിയാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മെൻറ്റേഴ്സ് ഉണ്ടാവുമല്ലോ നമുക്ക്, അവർ ഒപ്പീനിയൻസ് എടുക്കും. സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഓക്കെ, നിശാന്തേട്ടനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് നിശാന്തേട്ടൻ ഈ പ്രതിച്ഛായയിൽ? പ്രതിച്ഛായയിൽ പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, എപ്പോഴും പറയുമ്പോൾ നമ്മൾ പറയും ഇതുവരെ ചെയ്തതിൽ വെച്ച്, പക്ഷെ അത് ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ക്യാരക്ടറിന് അത് കറക്റ്റാണ്. കാരണം ഇങ്ങനെ ഒരു റിയൽ നിശാന്തേട്ടനെ തന്നെയാണോ നമ്മൾ കാണാൻ പോകുന്നത്? പക്ഷേ റിയൽ നിഷാന്ത് പോയിട്ടുള്ള കുറേ സാഹചര്യങ്ങളൊക്കെ വേറെ രീതിയിൽ ഈ ക്യാരക്ടറും ഇമോഷൻസ് എല്ലാം പലപ്പോഴും ഒന്നായിരിക്കുമല്ലോ. പല അവസ്ഥകളാണെങ്കിലും ഉണ്ടാവുന്ന വികാരം ചിലപ്പം ഒന്നായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പം കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ ചെയ്തതിൽ വെച്ച് എന്താ പറയുക, കുറച്ചുകൂടെയൊക്കെ ഇതുവരെ ചെയ്യാത്ത കുറേ ഭാവങ്ങളൊക്കെ മുഖത്ത് വരുത്താൻ ശ്രമിക്കാനുള്ളൊരു അവസരം. മാർച്ച് എപ്പോഴാ? 26. നല്ലൊരു ഭാവം. ഇപ്പൊ നമ്മള് എന്ത് വന്നാലും ഭാവം കാണിച്ചു തരില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. നമ്മളൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പം അതിന് യെസ് പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പം യെസ് പറയാനുണ്ടായ ആ ഒരു റീസൺ എന്തായിരുന്നു? യെസ്, ഐ വോണ്ട് ടു ഡു ഇറ്റ്. മൂന്നുപേരും പറയാം. അപ്പോൾ എനിക്ക് ആക്ച്വലി വിവേക് ആണ്, റുത്ത് കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക്കാണ് എന്നെ വിളിക്കുന്നത്. ആൻഡ് ദെൻ വിവേക് ടോൾഡ് മീ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ സാറുടെ പ്രോജക്റ്റ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ കാണുന്നു. ഐ ഹേർഡ് ദ സ്ക്രിപ്റ്റ്. സാറിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞു. ആൻഡ് ദെൻ ഈ ക്യാരക്ടർ വാസ് എ പോലീസ് ക്യാരക്ടർ. നൺ അതർ ദെൻ താര, ഞാൻ പറഞ്ഞ താര വിജയൻ്റെ ക്യാരക്ടർ സർ പറഞ്ഞ നറേഷൻ്റെ സമയത്ത് തന്നെ ഇറ്റ് വാസ് ലൈക്ക് സംതിങ് ബിഗ് ആൻഡ് ഡിഫറെൻറ്റ് ഞാൻ ഇതുവരെ ചെയ്തതിനെക്കാട്ടിലും. ആൻഡ് പ്ലസ് ഒബ്വിയസ്ലി ദ ഹോൾ സബ്ജക്ട് ലൈക്ക് ദ പ്രൊഡക്ഷൻ വൈസ് ആയാലും എങ്ങനെ നോക്കിയാലും ഇറ്റ് വാസ്, ഐ തിങ്ക് ഐ എം ലക്കി ടു ഗെറ്റ് സെലക്റ്റഡ് ഫോർ ദിസ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഫോർ ഷുവർ നല്ല സ്റ്റോറിയും ആയിരുന്നു. ആൻഡ് ഇപ്പം ഞാൻ പറയുന്ന പോലെ ടു മച്ച് ലക്കി ആയത് വെൻ ഐ ഗോട്ട് ടു ഷെയർ ഫ്രെയിംസ് വിത്ത് ബാലചന്ദ്ര മേനൻ സർ.
മണിപ്പിള്ള രാജു സർ, ഹൈഷിക ശോകൻ സർ, ലൈക്ക് എല്ലാവരും ആയിട്ട് നിഷാന്ത് സാഗർ, എവ്രിബഡി. നമ്മൾ ആകെ അന്ന് മറ്റേ കൊണ്ടുപോകുന്നില്ലേ? യുവർ ബൈറ്റ് ബിക്കോസ് ഇത്ര പേരുണ്ട്, ലൈക്ക് സോ മെനി പീപ്പിൾ ആർ ദർ. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എവ്രിവെയർ വി ഹാവ് മെറ്റ് എവ്രിബഡി. ബട്ട് ദെൻ ഐ വാസ് ലൈക്ക്, അതാ ഞാൻ പറഞ്ഞത്, അത്ര വലിയ വലിയ ഇവരെ ലൈക്ക് എവ്രിബഡി അവരെല്ലാവരുടെയും കൂടെ പാട്ടാവാൻ പറ്റിയതുണ്ട്. Can I call you legendary? ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ പോലെ കോമഡി എന്റെ കാര്യം എന്ത് നമ്മള് കട്ട് ചെയ്തിടാം, അപ്പൊ പറഞ്ഞു അറിയിച്ചാൻ തോന്നില്ല. ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ് ടു സീ. നമ്മൾ രണ്ടുപേരായിരുന്നു നമ്മുടെ അല്ലല്ല ലെറ്റ് മീ ഫിനിഷ് നമ്മുടെ മറ്റേ ലുക്ക് ടെസ്റ്റിന്റെ അന്ന് റിമെമ്പർ ലുക്ക് ടെസ്റ്റിനായിരുന്നു ലൈക്ക് ആഫ്റ്റർ യു അന്നാണ് ഞാൻ കണ്ടത്. ആൻഡ് ദെൻ എനിക്ക് ലോക്കയിലാണ് ഞാൻ പുള്ളിയുടെ മറ്റേ ലൈക്ക് നിഷാന്ത് സാഗർ ഹാസ് കം ബാക്ക് ആൻഡ് ദെൻ വൺ വൈറൽ ആൻഡ് ദെൻ യുവർ ഡോട്ടർ ഓൾസോ ഡിഡ് എ പ്രോജക്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് സൂപ്പർ എക്സൈറ്റഡ് ടു സീ. ലക്കിലി ഞാൻ മറ്റേ നമ്മുടെ അന്നാണ് ഞാൻ കണ്ടത്. ദാറ്റ് വാസ് ലൈക്ക് വെരി നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു, സീയിങ് എവ്രിബഡി, ഹാവിങ് എവ്രിബഡി ഓൺ ദ ഫ്രെയിം. ആൻഡ് ദെൻ വിത്ത് ഓൾ ദ ലെജൻഡറി പീപ്പിൾ മേക്സ് നിവിൻ. യെസ്, ഇറ്റ് വാസ് എ ബിഗ് ഡീൽ. ഓക്കെ. ആൻഡ് നിഷാന്ത് ഏട്ടനിലേക്ക് വരുമ്പോൾ എന്നെ ശരിക്കും എന്താ പറയുക, ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ഡയറക്ടറുടെ അടുത്ത് എൻ്റെ പേര് പറയുന്നത് വിവേകാണ്. വിവേക് എൻ്റെ അടുത്ത് കാസ്റ്റിംഗ് ഡയറക്ടർ തന്നെയാണ് എൻ്റെ കാര്യം പറയുന്നത്. കാരണം അദ്ദേഹം, ഞാൻ പണ്ട് അഭിനയിച്ച ജിൻ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു, നമ്മുടെ സിദ്ധാർത്ഥ് ഭാരതൻ ഡയറക്ട് ചെയ്ത്. അപ്പോൾ അതിൽ ഞാൻ ചെയ്തൊരു ക്യാരക്ടർ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സാറ് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ഇരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ക്യാരക്ടർ ചെയ്താൽ നന്നാവുന്ന വിവേകിന് ജിന്ന് കണ്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ടാണ് സാറിനെ വിളിക്കുന്നത്. എന്തായാലും റീതിങ്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല. ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനങ്ങനെ ചിന്തിക്കേണ്ട. എനിക്ക് ഈ പറഞ്ഞ പോലെ വിവേക് ഇങ്ങനെ എൻ്റെ പേര് ഡയറക്ടറോട് പറയുന്നു, ഞാൻ അഭിനയിക്കാൻ വരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പ്രോസസ്സ് നടന്നിട്ടാണല്ലോ നമ്മൾ വരുന്നത്. നമ്മൾ അഭിനയിക്കുമ്പം ഇത് അതെ വിവേകിൻ്റെ മാനം കാക്കണം, ഡയറക്ടർക്ക് ഇഷ്ടമാവണം. അപ്പം അതെ, അങ്ങനെ അഭിനയിച്ച് തുടങ്ങിയപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവർക്കും ഡയറക്ടർക്കൊക്കെ ഹാപ്പി ആയിരുന്നു എന്ന് തോന്നുന്നു. അതെ, ഹാപ്പി ആയിരുന്നു തോന്നുന്നു. അതെ അതെ, ഹാപ്പി എന്ന് പറഞ്ഞു. ഓക്കെ, നീതു ചേച്ചിയിലേക്ക് വരുമ്പോൾ ഞാൻ അവരോട് എസ് പറയലുണ്ടായത്, അവർ എന്നോട് എസ് പറയാനുണ്ടായത്. ബിക്കോസ് ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് ഇതിനോട് സാറിൻ്റെ അടുത്ത് എസ് പറയാനുള്ള പൊസിഷനിലൊന്നും അല്ല ഞാൻ ഇരിക്കണത്. അപ്പോൾ എൻ്റെ പ്രൊഫൈല് സാറിൻ്റെ ഒരു സുഹൃത്താണ് സാർക്ക് അയച്ചു കൊടുക്കണത്. എന്നിട്ട് കാസ്റ്റിംഗ് വിവേകേട്ടനാണ് എന്നെ വിളിക്കുന്നത്. സാറ് പറഞ്ഞിട്ട് വിളിച്ചു. ഒരു ഹോൾ ഡേ ഓഡീഷൻ ഉണ്ടായിരുന്നു, ലുക്ക് ടെസ്റ്റ് ആയിരുന്നു ഓഡീഷൻ ഉണ്ടായിരുന്നത്. ഓഡീഷൻ കഴിഞ്ഞിട്ട് ഒരു 7 days കഴിഞ്ഞ് സാറാണ് വിളിച്ചിട്ട് പറഞ്ഞു, നീതു ആണ്, വെൽക്കം ഓൺ ബോർഡ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്. നീതു ചേച്ചി ആസ് എ ബിഗിനർ ചോദിക്കുകയാണ്, ഒരു 5 years കഴിയുമ്പം നീതു ചേച്ചി എവിടെ എത്തുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അറിയില്ല. ഇല്ല അറിയില്ല. കാരണം നമുക്ക് ഓരോ ഡ്രീംസ് ഉണ്ടാവുമല്ലോ. അല്ല, ഡ്രീംസ് ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു വർഷം എന്തായാലും ഞാൻ ട്രൈ ചെയ്യാമെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ മാറ്റി വെച്ചൊരു വർഷമായിരുന്നു ഇത്. അപ്പോഴും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്ര വലിയൊരു സിനിമയിലേക്ക് എന്നെ വിളിക്കുമെന്നും കാസ്റ്റ് ചെയ്യപ്പെടുന്നു. ബിക്കോസ് അവിടെ ഏതോ ഒരാൾ പ്രൊഫൈൽ അയച്ചു, സാറിൻ്റെ ഒരു സുഹൃത്ത്. അവിടുന്ന് സാർക്ക് അത് തോന്നി. എന്താ പറയുക, അതൊരു ടൈമിംഗ് ആണ് നമ്മുടെ ലൈഫിൽ. സോ എനിക്കത് ഓൾവേസ് ഡെസ്റ്റിനി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ക്യാരക്ടർ എന്നിലേക്ക് വന്നു. ഇനി അങ്ങനെ വരാനുള്ളതൊക്കെ വരട്ടെ എന്നുള്ളൊരു ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. 100% ഒരു ബിഗിനർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ടീമും ഏറ്റവും നല്ല, ഞാൻ ഒരിക്കലും ഇവരുടെ പദവി വെച്ചിട്ടല്ല ഏറ്റവും നല്ല ടീം എന്ന് പറയണേ. അതപ്പോൾ നിവിൻ ചേട്ടനാണെങ്കിലും ഉണ്ണി സാർ ആണെങ്കിലും ഒന്നും ഞാൻ അവരുടെ സക്സസിന്റെ പേരിലല്ല പറയുന്നത്. എനിക്ക് ഈ ക്രൂ മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതായത് ഞാൻ ലോഞ്ചിന്റെ ഡേ പറഞ്ഞിരുന്നു, എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നില്ല, എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും വന്നിരുന്നില്ല. ഞാൻ സാറിൻ്റെ ടീമിൻ്റെ കൂടെയാണ് പോയത് ഷൂട്ടിനൊക്കെ. സാറിൻ്റെ ടീമാണ് എന്നെ തിരിച്ച് കൊണ്ടുവന്നത്. അതിലിടയ്ക്ക് എനിക്കുണ്ടായ എല്ലാ ഹെൽപ്പും എനിക്ക് വേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് മുഴുവൻ സാറിൻ്റെ ടീമാണ്. അപ്പോൾ എനിക്കറിയില്ല, അത്ര നല്ലൊരു ടീമിനെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് ദേ ആർ ഓർ അവരുടെ പവറോ അവരിരിക്കുന്ന പൊസിഷനോ അല്ല. ആസ് എ പേഴ്സൺ അവർ എങ്ങനെ എൻ്റെ അടുത്ത് നിന്നു എന്നുള്ളതായിരുന്നു.
ഓക്കെ, ഇപ്പം നമ്മൾ അഭിനയിക്കണം എന്നൊരാഗ്രഹം വീട്ടിൽ പറയുമ്പോൾ എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേരൻസ് ഒന്നും ആയിരിക്കില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഹേർഡിൽസോ ഒബ്സ്റ്റക്കിൾസോ കടക്കേണ്ടി വന്നിട്ടുണ്ടോ ലൈഫിൽ? അതായത് ഹേർഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുമ്പോൾ ഏതൊരു പേരൻസിനും ഉള്ള പോലെ തന്നെ ആകുലതകൾ എൻ്റെ പേരൻസിനുണ്ടായിരുന്നു. അപ്പോൾ അവർ ബേസിക്കലി പറഞ്ഞത് സ്റ്റഡീസ് ഫിനിഷ് ചെയ്യുക, പിന്നെ അങ്ങനെ ഭയങ്കര എതിർപ്പ് എന്നുള്ളതല്ല, ഒരു പോയിന്റ് എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഇത് എന്തായാലും ചെയ്യും, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എന്തായാലും ചെയ്യുമെന്ന് അറിയായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ എടിപിടിന്ന് വെച്ചിട്ട് എനിക്ക് ഇന്ന് തന്നെ എത്തണം, നാളെ തന്നെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇതിലേക്ക് വേണ്ടി ഓടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെതായ മാർഗത്തിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ദൈവഭാഗ്യം കൊണ്ട് കറക്റ്റ് സമയത്ത് എന്നിലേക്ക് വന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഓടിപ്പോയി അങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിശാന്തേട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തൊരു മൂവി ഉണ്ട്, അത് കഴിഞ്ഞ് ഒരുപാട് മൂവീസ് ചെയ്തു. ഇപ്പോൾ ആസ് എൻ ആക്ടർ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് എന്താണ്? അല്ല, അത് എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ഓരോ വർഷവും ഓരോ പ്രായം, ഓരോ വയസ്സ് എന്ന് പറയുന്നത് അത്രയും 45 കഴിഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക, അതൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളൊരു മൈൻഡ് സെറ്റ്. എന്നിട്ട് ആലോചിച്ചിട്ട് എന്താ കിട്ടിയ? കുറച്ചുകൂടെ ഒരു പക്വത ഉണ്ടാവും. തന്ത വൈബില് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ പറയുമ്പോൾ, നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊരു ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയും എല്ലാം ഈ പറഞ്ഞ വൈബിലേക്ക് വരുമ്പോൾ മാറും. അപ്പോൾ എന്താ പറയുക, അതെ, അത് നേരത്തെ ചോദിച്ചതിനെ ഞാൻ പറയാണ്. അപ്പോൾ അത്രയും നാള് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, അനുഭവങ്ങൾ തന്നെയാണ്. ആക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്താണ്? അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ കുറേ ഉണ്ട്. അതെ, കുറേ ഉണ്ട്. എന്താ പറയാ, അന്ന് ടൈറ്റിൽ ലോഞ്ചിന്റെ അന്ന് നീത്തു പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ അല്ലേ ഒരു ആക്ടർ ആവണം എന്നുള്ളൊരാഗ്രഹം, അതിൽ അങ്ങനെ ഒരു ആഗ്രഹം വളരെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. എനിക്കൊന്നൊരു 7th പഠിക്കുമ്പോൾ തൊട്ട്. അപ്പോൾ അത് ആ ഒരു എന്താ പറയുക, അതിലേക്ക് എത്താൻ പറ്റി, എത്തുവാണ് എന്നുള്ളൊരു തോന്നൽ വന്ന നിമിഷം ആയിരിക്കണം. ആക്ടർ ആയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, വളരെ വളരെ ചെറിയ ചിന്തിക്കാനൊക്കെ തുടങ്ങിയ ഒരു സമയം തൊട്ടേ ഇത് തന്നെയായിരുന്നു. സിനിമ തന്നെയായിരുന്നു, വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പം ആദ്യത്തെ പ്രാവശ്യം സെറ്റിലേക്ക് പോയപ്പോൾ മേഘ ചേച്ചിയുടെ ലൈഫിൽ മേഘ ചേച്ചി ടെൻസ്ഡ് ആയിരുന്നു. എന്തായിരുന്നു ആ സമയത്തുള്ളൊരു ഇമോഷൻ? ഈ സെറ്റിലോ അതോ? അല്ല, ആദ്യത്തെ സെറ്റ്. എൻ്റെ ഫസ്റ്റ് സെറ്റ് ഇസ് ആക്ച്വലി ലേല ആസ് എ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആൻഡ് ദെൻ അന്നത്തെ ടെൻഷൻ എനിക്ക് ഒബ്വിയസ്ലി ആ സമയത്ത് ടെൻഷൻ ഇല്ലല്ലോ, നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നമ്മൾ കോളേജിൽ നോക്കിയപ്പോൾ ഇത്ര പിള്ളേർക്ക് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയി. അന്നത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് വാസ് ഐ വിൽ ബി സീയിങ് ലാലേട്ടൻ ഫോർ ദ ഫസ്റ്റ് ടൈം. അതായിരുന്നു എൻ്റെ അന്നത്തെ ദിവസത്തെ ഒരു ഹൈലൈറ്റ്. ആൻഡ് ഇറ്റ് വാസ് ദാറ്റ് ഐ തിങ്ക് ഞാൻ കൊച്ചിയിൽ എത്തിയപ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെയാണ് ഞാനിത് ലൈക്ക് ഐ എം ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ഡൽഹി. ഞാൻ കൊച്ചിയിൽ സിനിമയ്ക്ക് വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് കാണുന്ന ആർട്ടിസ്റ്റ്, ഫസ്റ്റ് വീക്കിൽ കാണുന്ന ആർട്ടിസ്റ്റ് വാസ് ആക്ച്വലി ലാലേട്ടൻ. ആൻഡ് ദെൻ ലൈക്ക് ലാലേട്ടൻ നിൽക്കുന്നു, ലാലേട്ടൻ്റെ ബാക്കിൽ നിൽക്കുന്നു. ആൻഡ് ദെൻ നമ്മുടെ പ്രതീക്ഷയുടെ ഇതിൻ്റെ ലോഞ്ചിൻ്റെ ഐ കുഡ് ഗോ ആൻഡ് ടോക്ക് ടു ഹിം, സീ ഹിം. ആൻഡ് ദാറ്റ് വാസ് അതായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പെർഫോമൻസ് ഡേയിൽ അത് ഇന്നത്തെ ഡേറ്റ് ആയാലും ഫസ്റ്റ് ഡേ ഒബ്വിയസ്ലി ലൈക്ക് I can't say it on online what happens to me. But then obviously first day tension ഏത് സെറ്റിൽ പോയാലും അതിൻ്റെ ഒരു ഐസ് ബ്രേക്കിംഗ് നടന്നു കഴിഞ്ഞാൽ സെറ്റ് ആകും. പക്ഷേ ഫസ്റ്റ് ഡേയിൽ വെച്ച് ലൈക്ക് നമ്മൾ ഈ പുതിയ സെറ്റ് വന്നേക്കാം, എവറിബഡി സീയിങ്, ദെർ ആർ സോ മെനി പീപ്പിൾ, യു ഹാവ് ടു ഡു ദ ഷോട്ട്, ക്യാമറ ഉണ്ട്, ഇതുണ്ട്, അതിൻ്റെ ഒരു കുട്ടി പ്രഷർ ഒബ്വിയസ്ലി. ആൻഡ് ഐ തിങ്ക് അത് എവിടെയോ ഇറ്റ്സ് നൈസ് ഓൾസോ. ഫസ്റ്റ് ഡേ തന്നെ ലൈക്ക് വൾണറബിലിറ്റിയുടെ എക്സ്ട്രീമിൽ എത്തിയിട്ട് യു വിൽ ഫിഗർ ഔട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. സോ ഇറ്റ്സ് ലൈക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് നമ്മൾ ഈ പ്രൊമോഷൻസിന് വരുമ്പോൾ ഈ ആകെ ഒരു ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ വന്ന് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇതൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞു. ഞാൻ ഈ പോകുന്ന വഴിക്ക് അയച്ച് അങ്ങനെ പറയായിരുന്നു, ഇങ്ങനെ പറയായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇത് 2-3 ആഴ്ചത്തെ ഒരു പ്രോസസ്സാണെങ്കിൽ ചിലപ്പം നമ്മൾ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ ഇന്നലത്തെ ഇന്റർവ്യൂ അല്ല, നമുക്ക് റിലീസ് ഉണ്ടല്ലോ, റിലീസ് കഴിഞ്ഞിട്ട് കമോൺ
ലൈക്ക് ഇന്നലെ പോലും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ അത് നമുക്ക് ഇവരുടെ പേര് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ രാവിലെ നമ്മൾ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു പേര് ഇന്നലെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ട്രിവാൻഡ്രം ഉണ്ടായിരുന്ന എഡീസില് ഒരു ചേട്ടനും കൂടെ നമ്മൾ ഇവിടേക്ക് കൊച്ചിയിൽ ഷിഫ്റ്റ് ആയപ്പോ അലക്സേട്ടൻ വന്നിരുന്നു. നമ്മൾ ആക്ച്വലി പേര് പറയാൻ വിട്ടുപോയി. അത് നമ്മൾ ഇന്നലെ ഇരുന്നിങ്ങനെ ഇന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ നമ്മൾ ഇവരുടെ കയ്യോ പുള്ളിയുടെ പേര് നമ്മൾ പറഞ്ഞില്ല. ബിക്കോസ് നമ്മൾ പറഞ്ഞു ഇന്ന് പറഞ്ഞു ബിക്കോസ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത പ്രൊഡക്ഷൻസിൽ ലൈക്ക് നോട്ട് സെയിങ് ദറ്റ് അവർ ബാഡ് ആയിരുന്നു, പക്ഷെ ദിസ് വാസ് ഐ ഗെസ് എൻ്റെ ഫസ്റ്റ് സെറ്റ്. നമ്മളെല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സുമായിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. എവറി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഫോർ ലൈക്ക് റൈറ്റ് ദർ. ഇല്ലെങ്കിൽ ജനറലി ഒരാളായിട്ട് രണ്ടാളായിട്ടായിരിക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെയോ ഇല്ലെങ്കിൽ ഒരു കംഫർട്ട് ലെവൽ. ബിക്കോസ് നമ്മളെല്ലാവരും വേറെ വേറെ സ്ഥലത്ത് ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ലോ സിനിമ സെറ്റ് ചെയ്യുന്നത്. 20 ഡേയ്സിൻ്റെ ലൈഫ് സ്പാൻ ആയിരിക്കും. മാക്സിമം പോയാൽ 10 ഡേയ്സിൻ്റെ, മാക്സിമം പോയാൽ 3 to 4-5 ഡേയ്സ്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു വർക്ക് ചെയ്യുന്നൊരു സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊലാബറേഷൻ ഉണ്ടാവുന്നത് ഇറ്റ്സ് വെരി ലെസ്. പക്ഷേ ഐ തിങ്ക് ദിസ് വാസ് ദി സെറ്റ്. Every ADs, direction department, everybody was like so good. ഇപ്പോഴും എല്ലാവരും are there on their toes. It's like so nice to be around them. നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന അസിസ്റ്റൻസ് ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് സോ ഹാപ്പി ടു വർക്ക് വിത്ത് ദം. ഓക്കെ, നീതു ചേച്ചിയിലേക്ക് വരികയാണെങ്കിൽ നീതു ചേച്ചിക്ക് ഇനി ആരുടെ ഒപ്പം അഭിനയിക്കണം എന്നാണ് ആഗ്രഹം? അയ്യോ, ഞാൻ അങ്ങനെ ആഗ്രഹമേ വെച്ചിട്ടില്ല. എനിക്ക് സിനിമകൾ ചെയ്യണം എന്നുണ്ട്, പക്ഷെ അങ്ങനെ അല്ലാതെ അങ്ങനെ ഇന്നാളുടെ ഒപ്പം അഭിനയിച്ചാൽ ഇപ്പൊ നിവിൻ ചേട്ടൻ എന്തായാലും നിവിൻ ചേട്ടനെ ഞാൻ വിചാരിക്കാതെ വന്നതല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ഓവർ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമവും. ഇപ്പൊ ഒരു മോഡറേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നതിലൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും അല്ലേ? പറഞ്ഞ കറക്റ്റ്. എന്നാലും നമുക്കൊരു നമ്മളിങ്ങനെ സ്പെസിഫിക് ആക്കി ഒരു സാധനം വെക്കാതെ നമുക്ക് വരുന്നത് ഏതാണെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ വേറെ രീതിയിൽ ഇല്ല. എനിക്ക് പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ബേസിക്കലി ഡാൻസറാണ്. അപ്പൊ എനിക്ക് ക്രഷ് തോന്നിയിട്ടുള്ളതൊക്കെ മെയിൻലി ക്ലാസിക്കൽ ഡാൻസേഴ്സിനോടൊക്കെയാ. സിനിമാക്കാരോട് അങ്ങനെ തോന്നിയിട്ടില്ല എന്നല്ല, പക്ഷെ മെയിൻലി ഞാൻ ഡാൻസ് കാണാൻ പോകുന്നതും ഭയങ്കര ആരാധിച്ച് കൊണ്ട് നടന്നിരുന്നതൊക്കെ ഡാൻസേഴ്സ് ആണ്. അപ്പൊ ആ ഡാൻസിന്റെ പേര് വൈദ്യനാഥൻ മാം. ഓ, ക്രഷാണ് പറയണ്ടേ? പാർശ്വനാഥ് ഉപാധ്യായ എന്ന് പറഞ്ഞിട്ടൊരു സാർ ഉണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് ഡാൻസറാണ് സാർ. ഭയങ്കര അടിപൊളിയാണ്. ഐ ഷുഡ് നോട്ട് സേ ക്രഷ് എന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല, ബിക്കോസ് ഒരു ഗുരു എന്നുള്ള ഒരു സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിശാന്ത് ഏട്ടനിലേക്ക് വരുമ്പോൾ ഇനി ആരുടെ ഒപ്പം അഭിനയിക്കണം എന്നാണ്, സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നാണ് ആഗ്രഹം? അല്ല, അത് നീത്തു പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എന്താ പറയുക, സിനിമയിലെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം ആ ഒരു ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. എത്തിയല്ലോ, ഇനി നമുക്ക് ആഗ്രഹിക്കാലോ. അല്ല, ഈ പറഞ്ഞ പോലെ അത് ചെയ്യാനുള്ള അവസരമാണ് കൂടുതൽ നമ്മളെ മനസ്സിലായി. ഇപ്പൊ ആരുടെ കൂടെ എന്നുള്ളതില്ല. ഇപ്പൊ നമ്മൾ ആരുടെ കൂടെയും കോമ്പിനേഷൻസ് ചെയ്യേണ്ടി വരും. പക്ഷെ ചെയ്യാൻ കിട്ടുക, അവസരം കിട്ടുക എന്നുള്ളതിനല്ലേ. അവസരം കിട്ടാൻ വേണ്ടി നമ്മൾ ഏറ്റവും നന്നായിട്ട് നിൽക്കുക, ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുക. അപ്പം അങ്ങനെ നിൽക്കുമ്പം തീർച്ചയായിട്ടും ആ ഒരു സമയമാകുമ്പം എല്ലാം വരും. മേഘ ചേച്ചിക്ക് സെയിം ആൻസർ ആയിരിക്കില്ലേ? ഒബ്വിയസ്ലി അതെ, ലൈക്ക് ഒബ്വിയസ്ലി. ബിക്കോസ് നമ്മളിപ്പം എൻ്റെ ഒരു പ്രോജക്റ്റും ദാറ്റ് ഇൻക്ലൂഡ്സ് ശ്യാം പ്രസാദ് സാറുടെ ഒരു ഞായറാഴ്ച ആയാലും ഭീമനായാലും രേഖചിത്ര ആയാലും ഒരു സിനിമ പോലും ഞാൻ ടോട്ടലി മറ്റേ പോലത്തേന ഹോപ്പ്ലെസ് ആവുന്ന ഒരു പൊസിഷനിൽ ഞാൻ നിമിഷത്തിലാണ് ആക്ച്വലി ഈ പ്രോജക്ട്സ് വന്നത്. ഇമാജിൻ I can never ever imagine seeing Maniampala Raju sir, Harish Yasogan sir in my room. ഇല്ലെങ്കിൽ എനിക്ക് അവരൊരിക്കലും ബാലചന്ദ്ര മേനൻ സർ, സായികുമാർ സർ, ഇവരൊക്കെ ലൈക്ക് കാണാൻ പറ്റുന്ന ലൈക്ക് സീരിയസ്ലി 2D വേൾഡിൽ നിന്ന് എൻ്റെ ഇപ്പുറത്ത് എനിക്ക് അവരെ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇൻക്ലൂഡിങ് നിവിൻ ആസ് വെൽ. അപ്പം നമ്മളൊക്കെ പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് ആണ്, ഹീസ് ഓൾസോ ലൈക്ക് സംബഡി വെർ യു ക്യാൻ വർക്ക് വിത്ത്. പക്ഷെ എന്നാലും ഈ സംബഡി സൂപ്പർ ബിസി. നിവിനെ പോലും കാണാൻ പറ്റുന്ന ഒരിക്കലും ഈ പ്രൊഡക്ഷനിൽ പോലും ഒരു ഭാഗമാകുമ്പോൾ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബട്ട് ദെൻ ഇറ്റ് ഹാപ്പൻസ്. ഐ ഗെസ് എവറി ആക്ടേഴ്സ്, നമ്മൾ എല്ലാവരുടെ ആഗ്രഹം അത് തന്നെ ആയിരിക്കും. നമുക്ക് എത്ര ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും അത്ര ആൾക്കാരിൽ അത്ര സിനിമകളിൽ വർക്ക് ചെയ്യുക. ഐ ഗെസ് നമ്മുടെ ഈ കോംപ്ലിമെൻ്ററീസ് ഇല്ലേ, നമ്മളൊരു സ്ഥലത്ത് സ്റ്റേജ് ചെയ്യാൻ പോകുന്ന ഒരു കോംപ്ലിമെൻ്ററി അല്ലേ, ഐ തിങ്ക് അതിൻ്റെ ബ്യൂട്ടിഫുൾ ഇല്ലെങ്കിൽ ബ്ലെസ്ഡ് കോംപ്ലിമെൻ്ററീസ് ആണ് നമ്മുടെ കൂടെ വരുന്ന കോ ആക്ടേഴ്സ്. നമുക്ക് ഒരാളെ ആഗ്രഹിച്ചിട്ട് പറയാൻ ഹ്യൂജ് ലിസ്റ്റാണ്. ഇമാജിൻ ചെയ്ത് നോക്കിക്കുക, ഇപ്പോഴും ഹു എവർ ആർ ദെയർ യു വോണ്ട് ടു ലൈക്ക് I wish I could see Srinivasan sir. അതിനി പോസിബിൾ ആണോ? ലൈക്ക് ഐ സീരിയസ്ലി വിഷ് ഐ കുഡ് സീ ഹിം. വിനീതേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഡൺ 2 ലൈക്ക് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ അഗൈൻ ശ്രീനിവാസൻ, അതാ ഞാൻ പറഞ്ഞത്, ലൈക്ക് യു കാൺട്ട് ഹോപ്പ് ഇന്നൊരാളെ കാണുന്നത്. ലൈക്ക്
പ്ലീസ് എല്ലാവരും ഒന്ന് കിട്ടണേ, അതായിരിക്കും ദ ആക്ച്വൽ വൈബ്. ഓക്കെ, ഇപ്പം നിശാന്ത് ഏട്ടനിലേക്ക് വരാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഭാവങ്ങളിലേക്ക് പോവാം. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു ഒരു ഭാവം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തതുണ്ട്. അത് ഏതാന്ന് വെച്ചാൽ മായമോഹിനി മൂവിയിലില്ലേ ആ പാട്ടിന്റെ സീനില് ചേട്ടൻ ഇവിടെ ഉരുക്കുന്നത് എനിക്ക് മനസ്സിലാവും. ചേട്ടൻ ആ ഭാവം നമുക്ക് വേണ്ടി. അതെ, ഭാവങ്ങളൊക്കെ സിനിമയിൽ മാത്രമാണ്. അതെ, ജീവിതത്തിൽ ഞാൻ ഭാവങ്ങൾ കാണിക്കാറില്ല, അഭിനയിക്കാറില്ല. റിയൽ മാൻ ആണ്. കണ്ണട വരെ വെച്ചിരിക്കുന്നത് ആ കണ്ണിന്റെ ഭാവങ്ങൾ, അല്ലാണ്ട് വെളിയിൽ കാണുന്നില്ല. ആ ഭാവം ഇങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റി. ഐ എം നോട്ട് സപ്പോസ് ടു ആൻസർ ദിസ്. ഞാൻ ഇപ്പോഴും ഇതും അതും കമ്പയർ ചെയ്തോണ്ടിരിക്കുക. 2 ഡിഫറെന്റ് പീപ്പിൾ. ആ ഫോട്ടോയിലും ഇതും മേ ബി ഐ ഡോണ്ട് നോ. അതാണ് ഒരു ആക്ടർ. അതാണ് അത് പേടിച്ചിട്ടേ, കാരണം പിന്നെ ആക്ഷൻ ഒക്കെ പറഞ്ഞത് നമ്മളൊരു പണി ചെയ്യാൻ വന്നാൽ ചെയ്തല്ലേ പറ്റുള്ളൂ. അവിടെ വേറൊരാളായി പോകും. അത് കഴിയുമ്പോഴാണ് ഞാൻ ആക്ഷൻ പറഞ്ഞാൽ മതിയോ ആ ഭാവം തരാൻ? എന്നാലും ആ മായമോഹിനി ആ സെറ്റില് ആ ഒരു സീൻ, ആ പാട്ടിന്റെ ആ ഒരു സീനില് അതെങ്ങനെയായിരുന്നു ആക്ച്വലി? അല്ല, അത് സീരിയസ് ആയിട്ട് വെച്ചാണോ? ഞാൻ സീരിയസ് ആയിട്ട് അല്ല, അതില് മധു ആണ് അതിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ, മധു വാര്യർ. മധു ഞങ്ങൾ വളരെ അടുത്ത ഫ്രണ്ട്സ് ആണ്. മധുവിന് ഭയങ്കര നിർബന്ധമായിരുന്നു അതിൽ ആ സിനിമയിൽ ഞാൻ ഉണ്ടാകണം, എവിടെയെങ്കിലും ഉണ്ടാകണം എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ആ സോങ്ങില് എന്റെയും റിയാസ് ഖാന്റെയും ക്യാരക്ടർ അല്ലേ, അതല്ലേ പറയുന്നത്? ആ, ദിലീപേട്ടനെ പൊക്കിക്കൊണ്ട് പോകുന്നത് കണ്ടല്ലേ? ദിലീപേട്ടനെ പൊക്കിക്കൊണ്ട് പോകുന്ന എക്സ്പ്രഷൻ ഉണ്ട്. അല്ല, എനിക്ക് ആ ഉരുകല് കണ്ടപ്പോ തന്നെ മനസ്സിലായതാ. ഞാൻ ആ എക്സ്പ്രഷൻ ഓർക്കുന്നില്ല സത്യം പറഞ്ഞ. പക്ഷെ എനിക്ക് ആ എക്സ്പ്രഷൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഒന്ന് കാണിക്കാവുന്നല്ലേ? അയ്യോ, കാണിച്ചു ചെയ്യോ? അല്ലെങ്കിൽ ഇല്ല, അത് ആ സമയത്ത് വരുന്നതേ ഉള്ളൂ. എന്നാ കുഴപ്പമില്ല. കാരണം ഓരോ സിനിമ കഴിയുമ്പോഴും ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് എപ്പോഴും, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. സിനിമ കാണുമ്പം അല്ലാണ്ട് നമ്മൾ വേറെ സിനിമകൾ കാണും, ഇപ്പോൾ ഓരോരുത്തർ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ വളരെ ചെറിയ സീൻസും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പെർഫോം ചെയ്യാനുള്ളൊരു സീൻ അല്ലെങ്കിൽ കൂടി എനിക്ക് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഓരോന്ന് പെർഫോം ചെയ്ത് കാണുമ്പം എന്നെക്കൊണ്ടിത് പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോഴും. അയ്യോ, ഞാൻ പിന്നെ ആലോചിക്കും, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാനും ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ടല്ലോ. അതാ സമയത്ത് അല്ലാണ്ട് ഞാൻ ചിലപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളൊരു വേറൊരു മൂവി കാണുമ്പോൾ ഒരു സീനൊക്കെ കാണുമ്പോൾ എനിക്കുന്ന പല ആർട്ടിസ്റ്റുകൾക്കും അതങ്ങനെ ഉണ്ടാവാറുണ്ടായിരിക്കും. നമ്മളെ ആ ഭാഗത്ത് സങ്കല്പിച്ച് നോക്കും അല്ലേ? ആ സീൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കൈ എങ്ങനെയായിരിക്കും അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കൊരു കുന്തവും വരില്ല. ഞാൻ അവിടെ കിടന്ന് പൊട്ടം കളിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുക. എന്തോ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ സെറ്റിലിരിക്കുമ്പോ നിഷാന്ത് ഭയങ്കര അടിപൊളി ആക്ടറാണ് കേട്ടോ. സത്യം പറഞ്ഞ സന്തോഷായോ? കോംപ്ലിമെന്റ്. സത്യമാണ്. ഇനി ഇന്ന് ലഞ്ച് വേണ്ടല്ലോ, വയറ് നിറഞ്ഞില്ല. അവിടുന്ന് കോംപ്ലിമെന്റ്, ഇവിടുന്ന് കോംപ്ലിമെന്റ് എന്ത് വേണം? അപ്പം ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പം ഐ നോബഡി എന്നുണ്ട്, നമ്മുടെ നിസാം ബഷീറിൻ്റെ ഒരു മൂവി, ടിക്കി ടാക്ക, അങ്ങനെ 2-3 പടങ്ങൾ റിലീസ് ആകാനുണ്ട്. Nice, nice, nice. And the projects that even I am looking forward to. Okay. എനിക്ക് റിലീസ് കഴിയണം. ഫൈൻ. സോ പ്രതിച്ഛായ എന്ന മൂവിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. ഞങ്ങൾ എല്ലാവരെയും കേട്ടിരുന്നതിന് B4 എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു. ബൈ. താങ്ക് യു.